风为谁吹起橙色的光，像闪烁着的好奇。小溪，小溪，你要流去哪里？爸爸的手牵我长大。സമയം വെറുതെ കളയുന്നത്. സ്കൂളിൽ പോകണ്ടേ നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ കുട്ടികളി കളിച്ചോണ്ട് നടക്കുന്നേ? സ്കൂളിന് പോയില്ലെങ്കിൽ ചീത്ത കുട്ടിയാവോ? നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് വയറ് വേദനിക്കുന്നു. ചുമ്മാ കാരണങ്ങൾ പറയാതെ. ഒരു പക്ഷേ ഞാൻ വിശ്വസിച്ചാലും നിന്റെ ടീച്ചർ വിശ്വസിക്കില്ല. നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നിന്നെ നോക്കി കളിയാക്കും. വലിയ കാട്, പുലിക്കുട്ടികളുണ്ടായിരുന്നു. പുലിക്കുട്ടി, പുലിക്കുട്ടി, വലിയ പുലിക്കുട്ടി. നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? എന്റെ നീ എന്തിനാ കരയുന്നേ? അച്ഛനമ്മയും വഴക്ക് പറഞ്ഞോ? ഷെടാ, ഇതിനെന്തിനാ കരയുന്നേ? എന്നെ എല്ലാവരും വഴക്ക് പറയും. വീട്ടിലെ മുത്തശ്ശി, സ്കൂളിലെ ടീച്ചറ്. ഞാനതൊന്നും കേൾക്കാറില്ല. ഞാൻ നിന്നെ പോലൊന്നുമല്ല. ഞാൻ അത്രയ്ക്ക് മോശമല്ല. ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് കരുതി ഞാൻ ചീത്ത കുട്ടിയല്ല. ചീത്ത കുട്ടികൾ സ്കൂളിൽ പോവാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം. അച്ഛൻ എന്ന് എന്നെ പഠിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് അടിപൊളിയാണല്ലോ. ടീച്ചറും ഇല്ല, കൂടെ പഠിക്കുന്ന കുട്ടികളും ഇല്ല. നിന്റെ അച്ഛൻ അടിപൊളിയാണല്ലോ. സ്കൂളിലെ ടീച്ചേഴ്സിനെക്കാളും അച്ഛൻ എനിക്ക് മലയാളവും മാത്സും നന്നായിട്ട് പഠിപ്പിക്കും. അപ്പൊ ഞാൻ നിനക്കൊരു ടെസ്റ്റ് വെക്കാം. 4 into 8 എത്രയാ? പറ. 2. ഞാൻ കണക്കിട്ട് നോക്കട്ടെ. അടുത്തത് കഠിനമായി ചോദിക്കാം. 3 into 7 എത്രയാ? 21. 6 into 7 42. 8 into 9 72. ഇതൊക്കെ ഗുണനങ്ങളല്ലേ? അതൊക്കെ വളരെ എളുപ്പമാ. ഇതൊന്നും നിനക്ക് കാണാൻ. ഞാൻ ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം ടീച്ചർ എന്നെ പഠിപ്പിച്ചു. ശരി, എന്നാ കേക്കട്ടെ. 1 മീറ്ററിന് എത്ര അടിയാണെന്ന് പറ. 2 മീറ്ററിന് എത്ര സെന്റിമീറ്ററാ? എനിക്ക് ഇതുപോലെ അറിയില്ലേ? 30 സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നിനക്ക് ഒന്നും അറിയില്ലല്ലേ? മതി മതി, നിർത്തിക്കോ. നീ എന്താ ചെയ്യുന്ന? ഞാൻ സ്കൂളിൽ പോവാം. ഞാൻ പോവാം. വാശി പിടിക്കുന്നതിൽ അത്ര തെറ്റൊന്നുമില്ല. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഞാനൊരു സെന്റൻസ് വായിച്ചു. അത് നല്ല ഇൻട്രസ്റ്റിംഗാ. നിനക്ക് പറഞ്ഞു തരട്ടെ? തേനീച്ചകൾക്ക് പൂവിൽ നിന്നും തേനെടുക്കാൻ അത്ര ഇഷ്ടം, അതേപോലെ പൂക്കൾക്കും തേനീച്ചകൾക്ക് തേൻ കൊടുക്കാൻ അത്ര ഇഷ്ടം. എന്തു പറ്റി മോളെ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? തേനാണ് തേനീച്ചകൾക്ക് ഭക്ഷണം. തേനീച്ചകൾ പൂവിൽ നിന്നും ദിവസവും തേൻ ശേഖരിക്കാറുണ്ട്. അപ്പോഴാണ് പൂവിനാവശ്യമുള്ള പോളൻ ഗ്രെയിൻസ് അതിന് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ പൂവിനെ കൊണ്ട് നമ്മൾക്ക് പഴം തരാനാവുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്താൽ ആ ഉപകാരം നമ്മളെ എന്തെങ്കിലും ഒരു ദിവസം കാക്കും. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ മോളെ, നീ എന്താണെങ്കിലും പറഞ്ഞോ. ഇന്ന് രാവിലെ ഞാൻ രാഹിക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോ ആ ഡുംഡോങ്ങിനെ കണ്ടായിരുന്നു. പതുക്കെ. അമ്മേ, ഇവിടെ ഉണ്ടോ? വരൂ വരൂ. വന്നാട്ടെ, അകത്തോട്ട് വന്നാട്ടെ. പിന്നീട് നമസ്കാരം മുത്തശ്ശി. നല്ല മോള. അകത്തോട്ട് വാ.
കയ്യിൽ കൊടുക്ക. ഇവനെ വേവിച്ച ക്യാരറ്റ് വലിയ ഇഷ്ടമാ. അമ്മേ, ഇത് നിങ്ങളുടെ ചെറുമോന് വേണ്ടി കൊണ്ടുവന്നാ. ആ, എന്താ ഇത്? ഇത് കണക്ക് പഠിക്കുമ്പോ അവന് ഉപയോഗമാവും. നിങ്ങളുടെ ചെറുമോൻ 2ാം ക്ലാസ്സിലാണെന്ന് എന്റെ മോള് പറഞ്ഞു. ഇതവന് ഉറപ്പായിട്ട് ഉപകരിക്കും. ഓ, അങ്ങനെയാണോ? ഒരുപാട് നന്ദിയുണ്ട്. ആ, അവരുടെ മാതാപിതാക്കൾ ഇപ്പൊ ഇവിടെ ഇല്ല. അവളുടെ അമ്മ ടൗൺ ബസ്സിലെ കണ്ടക്ടറാണ്. അതുകൊണ്ട് അവരെ നോക്കാനുള്ള നേരം ഒന്നും കിട്ടുന്നില്ല. എനിക്ക് അവർക്ക് ആഹാരം കൊടുക്കാനും ഡ്രസ്സിന്റെ കാര്യം നോക്കാനേ പറ്റൂ. പഠിപ്പിന്റെ കാര്യം നോക്കാനൊന്നും പറ്റില്ല. നിങ്ങളിത് കൊണ്ടു തന്നതിന് വളരെ നന്ദിയുണ്ട്. അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞേ. അത് കൊള്ളാമല്ലോ. എവിടെ പോയി അവന്? എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? മോണിറ്റർ സുഖമാണോ? അവൻ ഓടിപ്പോയെന്ന് തോന്നുന്നു. നാളെ അവനെ സ്കൂളിൽ കാണാം. വാ പോകാം. നാളെ എനിക്ക് വയറ് വേദനിക്കും. ഞാൻ സ്കൂളിൽ പോവില്ല. നില്ലേ, ഇന്നെന്താ ഉച്ച കഴിഞ്ഞ ക്ലാസ് ഇല്ലേ? ഇല്ല. വീണ്ടും അഴുക്കാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണോ? എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാനിത് ശീലിച്ചു. ഇത് നോക്ക് മുത്തശ്ശി, നിങ്ങൾ ശീലിച്ചോളൂ. എന്താ മോനെ, നിന്നെ വീണ്ടും ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ടോ? ഇതിനൊക്കെ മാത്സ് പരീക്ഷ കാരണം. ക്ലാസ്സിലെ കുട്ടി ഇന്നും എന്നെ നോക്കി ചിരിച്ചു. പോയി നിന്റെ ഉടുപ്പൊക്കെ മാറ്റിട്ട് വാ. ബാ 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 ബാ. മുത്തശ്ശി, എന്താ ഇത്? ഇത് നിനക്ക് പഠിക്കാനുള്ള കണക്ക് ടേബിൾ എന്നാ പറഞ്ഞത്. അച്ഛനും മോളും കൂടി നിനക്കിത് പഠിക്കാനാണെന്ന് പറഞ്ഞാ തന്നത്. എന്ത് കണക്ക് ടേബിളോ? അവളെന്നെ കളിയാക്കാണല്ലേ? നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ തോന്നുന്നത്? അവരൊക്കെ എത്ര സ്നേഹമായിട്ടാ വരുന്നത്. അവരടുത്ത് പോയി നന്ദി പറയടാ. അവള് എനിക്ക് ദേഷ്യം വരുന്നു. ഒരു തവളയ്ക്ക് ഒരു വായി, 2 കണ്ണ്, 4 കാലുകളും ഉണ്ടാവും. എന്നിട്ടത് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. 2 തവളകൾക്ക് 2 വായി, 4 കണ്ണുകളും 8 കാലുകളും ഉണ്ടാവും. എന്നിട്ട് അത് ഓരോന്നായിട്ടും വെള്ളത്തിലേക്ക് എടുത്തു ചാടും. 3 തവളകൾക്ക് 3 വായി, 6 കണ്ണുകള്, 12 കാലുകളും ഉണ്ടാവും. എന്നിട്ട് അത് ഓരോന്നായിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഇവളെന്താ പറയുന്നേ? ഡുങ്ഡോ, ഇന്ന ഇത് നിനക്ക് ടീച്ചർ കൊടുത്തതാ. അല്ല, നീ എന്താ പഠിക്കുന്നേ? ഞാൻ ഇതാ പഠിച്ചോണ്ടിരിക്കുന്നത്. എന്നാലേ എനിക്ക് ടേബിൾസ് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പൊ ഞാനും ഇത് പഠിച്ച നിന്നെ പോലെ ആവോ? ഉറപ്പായും. ഇത് അടിപൊളിയാണല്ലോ. എന്നെയും പഠിപ്പിക്കോ? ശരി, പഠിപ്പിക്കാം. നമ്മളിപ്പോ ഫ്രണ്ട്സ് ആണല്ലോ.
തവളയ്ക്ക് 4 വായി 8 കണ്ണ് 16 കാലുണ്ട്. അതൊന്നായി വെള്ളത്തിൽ ചാടി. നീ നന്നായിട്ട് വായിച്ചല്ലോ. നീ എത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കുന്നേ. ഓൾ ദി ബെസ്റ്റ്. ഇത് കൊള്ളാമല്ലോ. നമുക്ക് തിരിച്ചു പഠിക്കാം. ശരി. ഇത് ഞാൻ നന്നായി പഠിക്കണം. ഒരു പക്ഷെ മറന്നുപോയാൽ അവരെന്നെ കളിയാക്കും. ഒരു തവളയ്ക്ക് 1 വായി 2 കണ്ണ് 4 കാല്. അത് വെള്ളത്തിൽ ചാടി. 2 തവളയ്ക്ക് 2 വായി 4 കണ്ണ് 8 കാല്. അത് വെള്ളത്തിൽ ചാടി. 3 തവളയ്ക്ക് 3 വായി 6 കണ്ണ് 12 കാല്. അത് വെള്ളത്തിൽ. അമ്മേ, ഇന്ന് ഭക്ഷണം നല്ല രുചിയുണ്ട്. ശരിക്കും ഇന്നാ കുറച്ചും കൂടെ കഴിച്ചോ. ഇതെന്റെ ഫേവറേറ്റാ. അങ്കിൾ, നിങ്ങളിത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. ദാ, ഇത് കണ്ടോ? 61 മാർക്കോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇന്നായിട്ട് ഞങ്ങൾക്ക് കൊടുത്തത്. വേറെ നിക്കുമോളെ, നിനക്ക് സംഭവിച്ച ഈ നല്ല കാര്യം നിന്റെ തുടക്കമാവട്ടെ. നീ എല്ലാത്തിലും തീർച്ചയായും ജയിക്കും. ഇത് ഞാൻ മുത്തശ്ശിയെ കാണിക്കട്ടെ. നിന്റെ ആഹാരം റെഡിയായിട്ടുണ്ട്. മുത്തശ്ശി, 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 ഇത് നോക്കിയേ. ഇതെന്നാ? ഞാൻ എത്രയാ വാങ്ങിയിരിക്കുന്ന കണ്ടോ? 61 മാർക്കാ? അതെ മുത്തശ്ശി, 61 വാങ്ങി. മുത്തശ്ശി, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതെ മുത്തശ്ശി, സത്യമായിട്ട് 61 വാങ്ങിയിരിക്കുക. എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. സത്യമായിട്ട് നീ ഒരു നല്ല കാര്യം വന്ന് പറഞ്ഞല്ലോ. ക്ലാസ്സിൽ ഞാനാണ് 3ാമത്തെ സ്ഥാനം. ടീച്ചർ എന്നെ പ്രശംസിച്ചു. എന്തറിയോ പറഞ്ഞ? എന്തായിരുന്നു? നിന്റെ ടീച്ചറിന് പോയി നന്ദി പറയണം. നിന്നെ സമ്മതിച്ചടാ. രാത്രി ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ടിയാൻ ഒപ്പം ചേർന്ന് ഞാൻ കണക്ക് പഠിച്ചു. ഞാൻ പഠിച്ചതൊക്കെ പരീക്ഷയിൽ വന്നു. അറിയോ മുത്തശ്ശി? മുത്തശ്ശി, ഇത് ഞാൻ എന്റെ റൂമിൽ വെക്കാൻ പോവാ. അച്ഛാ, ഡുംഡോങ്ങിന് വെറും 61 മാർക്കല്ലേ കിട്ടിയുള്ളൂ? ദേ നോക്കിയ മോളെ, ഇത് മാർക്ക് സംബന്ധിച്ചുള്ള കാര്യമേ അല്ല. ഇതവന്റെ കഴിവിന് കിട്ടിയ ഒരു അഭിനന്ദനം മാത്രമാണ്. മനസ്സിലായോ? എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ആ, വരൂ അമ്മേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ വയല് വിളഞ്ഞതാ. ഇനി നിങ്ങൾ വെളിയിൽ നിന്നൊന്നും വാങ്ങണ്ട. ക്യാബേജ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മുള്ളങ്കിയുണ്ട്, വെള്ളരിക്ക ഉണ്ട്. ഇനി നിങ്ങൾ വെളിയിൽ നിന്ന് ഒരു സാധനവും വാങ്ങണ്ട. ഈ തക്കാളി കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നന്നായിരിക്കും. ഒരുപാട് താങ്ക്സ് ആന്റി. നിങ്ങൾ ഞങ്ങളെ ശരിക്കും സഹായിച്ചു. നിങ്ങൾ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സഹായം കൊണ്ടാണല്ലോ എന്റെ കൊച്ചുമോൻ നല്ല മാർക്ക് വാങ്ങിയത്. മുത്തശ്ശി, ഇതൊക്കെ നിങ്ങളുടെ മണ്ണിലുണ്ടായതാണോ? എല്ലാ പച്ചക്കറികളും ധാന്യങ്ങളും ഞങ്ങളെ പോലുള്ള വ്യവസായികളാണ് ചെയ്യുന്നത്. അടിപൊളി. ഓ, ഡുംഡോങ് ഇത്തവണ എക്സാമിന് നല്ല മാർക്ക് എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് അവനൊരു കയ്യടി കൊടുക്കാം. ഡുംബം, എന്റെ കൂടെ വയലിൽ വന്നൊന്ന് സഹായിക്കേ. ഞാൻ വരുന്നില്ല. ഞാൻ ടിയാനൊപ്പം കളിക്കാൻ പോവാ. ദാഹേ, വേഗം വാ. കുരുത്തം കെട്ട പയ്യന. അമ്മേ, നമുക്ക് രാത്രിത്തേക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ആ, ഞാനിത് കഴുകിയിട്ട് കൊണ്ടുവരാം. ടിയാൻ, ടിയാൻ. ടിയാൻ, ടിയാൻ. ഇത് ചോദിക്കട്ടെ. കുസൃതി ചോദ്യങ്ങളോ? അങ്ങനെയാണെങ്കിൽ ഞാനും വരട്ടെ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. തവള എന്തിനാ പറക്കുന്നേ? തവളകൾ പറക്കില്ലല്ലോ. കാരണം അത് മാന്ത്രിക പഴം കഴിച്ചിട്ടുണ്ട്. എന്ത്? നീ എങ്ങനത്തെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്? അടുത്തത്, പാമ്പ് എങ്ങനെയാ പറക്കുന്നേ?
കാരണം അത് തവളയെ മെഴുങ്ങി. ആ, ഇപ്പൊ മനസ്സിലായി. അടുത്തത് പരുന്ത് എങ്ങനെ പറക്കുന്നേ? ആ, പരുന്ത് പാമ്പിനെ വിഴുങ്ങിയതുകൊണ്ട്. അല്ല, കാരണം പരുന്തിന് ചിറകുണ്ട്. ആ, ആ, ഏ, ഏ. വളരെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചതാ. ഇതുപോലെ എന്റെ അടുത്ത് കൊറേ ഉണ്ട്. ഓ, നീ സ്കൂളിൽ പോവത്തില്ല അല്ലേ? ആ. ടിയാൻ ടിയാൻ, ഞാനും അച്ഛനും വീടിന്റെ പുറകിൽ മണ്ണിളക്കാൻ പോവാ. മണ്ണിളക്കാൻ പോവാ. ശരിയാ, നമ്മളും ഇവിടെ പച്ചക്കറികൾ ഉണ്ടാക്കും. ഞാനും വരാം. ഡും ഡും, നീയും വരുന്നോ? ഇവിടെ എന്നെ അതിനെ ചെയ്യാൻ പറയുന്നല്ലോ. മുത്തശ്ശി ദേ ഇവിടെയുണ്ട്. നിങ്ങൾ എല്ലാരും വന്നല്ലോ. ആ, എന്നാ നമുക്കും തുടങ്ങാം. ആ, ഇത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ആ, ഹോ, ഹോ. ആ. വാ ടിയാൻ ടിയാൻ, നീ ഒന്ന് ട്രൈ ചെയ്തേ. ഞാനിത് ചെയ്യില്ലോ. ഇതുപോലെ മണ്ണ് തോണ്ടി വിത്തിട്ടാൽ അതിൽ കിട്ടുന്ന പച്ചക്കറികൾ നമുക്ക് തന്നെ ഉപയോഗിക്കാം. നമുക്കിനി ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എന്നാ, പിടിച്ചോ. ഇത് വളരെ പാടായിരിക്കും. നിനക്കത് പൊക്കാൻ പോലും പറ്റൂല. നമുക്ക് പുറത്തു പോയി കളിച്ചാലോ? എനിക്ക് പൊക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞു? ആ? എന്റെ മോള് മിടുക്കിയല്ലേ, അവളെല്ലാം വേഗം പഠിച്ചെടുക്കും. അച്ഛൻ അങ്ങോട്ട് പോയിക്കോ. അമ്മേ അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഇവിടെ നോക്കിക്കോളാം. ആ, ശരി. ആ, ഡുംഡോ, നമുക്ക് ഒരുമിച്ച് തോണ്ടിയാലോ? നീ സിറ്റിയിൽ നിന്ന് വന്നിരിക്കല്ലേ, നിനക്ക് ഇതൊക്കെ പുതിയതായിരിക്കും. ഞാനിതൊക്കെ കൊറേ കണ്ടതാ. അമ്മേ, ആ, ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നെന്നുള്ളത് അറിയണോ? തക്കാളി, കുക്കുംബർ, മണ്ണിൽ എന്തൊക്കെ വിളയോ അതൊക്കെ വളർത്തും. ഇപ്പോഴല്ലേ തുടങ്ങിയ, ഇത്ര സംസാരം വേണോ? എന്റെ മുത്തശ്ശിനെ പോലെ നിനക്ക് ചെയ്യാൻ പറ്റൂല. ഞാനും ഡുഗ്ഡോങ്ങിനെ പോലെ ചെയ്യാം. എനിക്ക് 61 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തിലാ. ടിയാൻ ടിയാൻ, നീ പതുക്കെ ചെയ്യണല്ലോ. നീ ഇതൊക്കെ എപ്പോഴാ ചെയ്ത് തീർക്കാ? ഞാൻ വെറുതെ പറഞ്ഞതാണ്. മുത്തശ്ശി, എന്റെ മോ അച്ഛ, അമ്മേ, ആ. ആ, നമ്മൾ ഈ മുത്തശ്ശിയിൽ നിന്ന് പഠിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. മണ്ണിൽ എങ്ങനെ മമ്മൂട്ടി കൊണ്ട് മണ്ണ് കോരുമെന്ന് എന്നോട് ചോദിക്കുക. അത് വളരെ നല്ല കാര്യമല്ലേ? ആ, ഇത് കൊള്ളാലോ മുത്തശ്ശി. ആന്റി, ഞാൻ നിങ്ങളെ സഹായിക്കുവാ. ടിയാൻ ടിയാന് ഗ്രാമത്തിലെ ശീലങ്ങൾ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ശരി, ഞാൻ പോയി എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കാം. പോട്ടെ. രണ്ട് പുലിക്കുട്ടികൾ. മിടുക്കി. അമ്മേ, എനിക്ക് മണ്ണിലൊന്ന് നടക്കണമെന്നുണ്ട്. ശരി. അതും ഷൂസ് ഊരിയിട്ട്. ആ, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. സാരമില്ല, മണ്ണ് വളരെ മൃദുലമാണ്. നിങ്ങളും ഒന്ന് നടന്നു നോക്ക്, നല്ല രസമുണ്ട്. ഇല്ല മോളെ, അങ്ങനൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ മണ്ണ് കട്ടിയാകും. ഇന്ന് നമ്മൾ കുറെ അധ്വാനിച്ചല്ലേ, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. പയറ്, വെള്ളരിക്ക, ടൊമാറ്റോ, വഴുതനങ്ങ എല്ലാം നമ്മൾ വളർത്തും.
മുത്തശ്ശി, പറമോളെ, നിങ്ങളുടെ മണ്ണിലുണ്ടായ പച്ചക്കറിക്ക് നല്ല രുചിയാ. നിനക്ക് എപ്പോ വേണമെങ്കിലും വയലിൽ വന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിച്ചെടുത്തു. മുത്തശ്ശി എത്ര നല്ലതാ. നീ എന്റെ പൊന്നു മോടല്ലേ, കുസൃതി കുട്ടി. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നന്ദിയുണ്ട് മുത്തശ്ശി. അടുത്ത പ്രാവശ്യം കണ്ടോ, കണക്കിന് ഞാൻ 70 വാങ്ങും.